ഹരേ കൃഷ്ണ രതേശ്വര ദിശ ഹരേ നാരായണ ഹരി ഓം ഹരി ഓം. ഇന്നത്തെ പൊന്നുണ്ണിക്കണ്ണന്റെ ഉച്ചപൂജ അലങ്കാരം കണ്ടോ എല്ലാവരും? എങ്ങനെയാന്ന് പൊന്നുണ്ണി എങ്ങനെയാന്ന് നിൽക്കുന്നത്? ആ പൊന്നുണ്ണിയെ കാണണ്ടേ? ഇന്ന് ശ്രീലകത്തേക്ക് പോവണ്ടേ? കാണാം നമുക്ക് പൊന്നുണ്ണിയുടെ ഉച്ചപൂജ അലങ്കാരം. നടയടച്ച് തുറന്ന് നെയ്തിയൊക്കെ കഴിഞ്ഞ് പൊന്നുണ്ണി നിൽക്കുന്ന ആ ഭാവത്തെ നമുക്കൊന്ന് കാണാം. എന്നോടൊപ്പം എൻ്റെ ശബ്ദത്തോടൊപ്പം ആ ഗുരുഭവനപുരിയിലേക്ക്, ആ ശ്രീലകത്തേക്ക്, പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ ശ്രീലകത്തേക്ക് എല്ലാവരും വരിക. എൻ്റെ ശബ്ദത്തോടൊപ്പം തന്നെ വരിക കേട്ടോ. ഭഗവാനെ കാണണ്ടേ ഇന്ന്? ഏകാദശിയൊക്കെ അല്ലേ, അടുത്ത് തുടങ്ങിയില്ലേ? ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. ഇന്ന് പൊന്നുണ്ണി എങ്ങനെയാ നിൽക്കുന്നത്? നമ്മളതാ ശ്രീലകത്തേക്ക് എത്താണ്, ഭഗവാനെ കാണാണ്, പൊന്നുണ്ണിക്കണ്ണനെ കാണാണ്. അതാ നമ്മളിങ്ങനെ നോക്കുന്നു, പൊന്നുണ്ണിക്കണ്ണനെ കാണുന്നു. ഇടത്തെ ചെറിയ വിരലിൽ ആ ഗോവർദ്ധനഗിരിയെ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന പൊന്നുണ്ണിക്കണ്ണൻ വലത്തെ കയ്യിൽ പൊന്നോടക്കുഴലിങ്ങനെ പിടിച്ചു നിൽക്കുന്നുണ്ട്. അങ്ങനെ തൃക്കാൽ പണച്ചുകൊണ്ട് പൊന്നുണ്ണിക്കണ്ണൻ ഇങ്ങനെ ഒരു സൈഡിലേക്ക് ചെരിഞ്ഞുകൊണ്ട് ആ ഗോവർദ്ധനഗിരിയെ ഉയർത്തി നിർത്തിയിരിക്കുന്നു. എന്ത് അത്ഭുതമാണല്ലേ! ആ ഗോവർദ്ധന പർവ്വതത്തെ ഉയർത്തിപ്പിടിച്ച ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ നിപ്പ് കണ്ടോ? എന്ത് ലാസ്യഭാവമാണ്, എന്ത് മനോഹരമായ പുഞ്ചിരിയാണ്! എല്ലാം നിഷ്പ്രയാസം ചെയ്യുന്ന പോലെ. കണ്ണാ ഹരേ കൃഷ്ണ. ഈ പൊന്നുണ്ണി എത്രമാത്രം ലാഘവത്തോടെയാണ്, വളരെ നിസ്സാരമായിട്ടാണ് ആ ഗോവർദ്ധന പർവ്വതത്തെ ഉയർത്തി നിർത്തിയിരിക്കുന്നത്. പൊന്നിൻ കിരീടമൊക്കെ വെച്ച, പൊൻതളകൾ, കൈവളകൾ, കാൽവളകൾ, അരമണിക്ക് ഇങ്ങനെയൊക്കെ ധരിച്ചിട്ടുള്ള, ഉണ്ടമാല വനമാല ചാർത്തിയിട്ടുള്ള ആ പൊന്നുണ്ണിക്കണ്ണൻ ഇന്ന് ശ്രീലകത്ത് പൊന്നോടക്കുഴൽ വേണ്ടിയിട്ട് ആ ഭാവത്തിൽ പൊന്നുണ്ണിക്കണ്ണൻ പുഞ്ചിരിച്ചു നിൽക്കുന്നു. അതാ ഇടത്തെ കയ്യിൽ ചെറുവിരലാൽ ഗോവർദ്ധന പർവ്വതത്തെ, ആ മലനിരകളെ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു. അത്ഭുതമല്ലേ കാണാൻ? അത്ഭുതമാണ്. ഞെട്ടിത്തരിക്കുകയാണ്. മലോകരെല്ലാം ഞെട്ടിത്തരിച്ച് നിൽക്കുന്ന അത്ഭുതകരമായ കാഴ്ച. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. നമ്മളെയെല്ലാം ആ പർവ്വതത്തിൻ്റെ കീഴെ ആ എല്ലാ ജീവജാലങ്ങളെയും, എല്ലാ മനുഷ്യരെയും ഒക്കെ എല്ലാ ദുരന്തങ്ങളിൽ നിന്ന് രക്ഷിക്കാനായിട്ട്, നമുക്കായിട്ട് പൊന്നുകണ്ണൻ അതാ ഗോവർദ്ധനഗിരി ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, നമുക്കൊക്കെ ആശ്രയമായിട്ടുള്ള ആ ഗോവർദ്ധനത്തെ ഉയർത്തിപ്പിടിച്ച് മനുഷ്യർക്കെല്ലാം ഒരു തരത്തിലും നാശമേകാതെ, അങ്ങനെ നാശമില്ലാതെ നമ്മളെ സംരക്ഷിക്കാനായിട്ട്, നമ്മളെ രക്ഷിക്കാനായിട്ട് പൊന്നുകണ്ണൻ തീരുമാനിച്ചിരിക്കുന്നു. ആ പൊന്നുകണ്ണൻ്റെ ആ ഭാവമാണ് ഇന്ന് നമ്മൾ ശ്രീലകത്ത് കാണുന്നത്. ഒന്ന് ഓർത്തു നോക്കൂ, നമ്മളെയൊക്കെ എത്രമാത്രം ആ ചെറുവിരൽ ഒന്ന് അനക്കിയാൽ മതി, നമ്മളെല്ലാവരും സുരക്ഷിതരാണ്, സംരക്ഷിതരാണ്. ഭഗവാന്റെ പൊന്നു കൈകളാൽ നമ്മളെല്ലാവരും നമുക്ക് എല്ലാവർക്കും സംരക്ഷണം നൽകുന്ന ആ പൊന്നു ഗുരുവായൂരപ്പൻ, ആ പൊന്നുണ്ണിക്കണ്ണൻ ആ ഗുരുഭവനപുരിയിൽ ഉണ്ടല്ലോ. ആ കണ്ണനല്ലേ, ആ കണ്ണനെയല്ലേ കാണേണ്ടത്, ആ കണ്ണനോടല്ലേ എല്ലാം പറയേണ്ടത്. നമ്മളെങ്ങനെ കണ്ണുകൾ അടയ്ക്കാതെ കാത്തുരക്ഷിക്കുന്ന പൊന്നുണ്ണിക്കണ്ണനെയല്ലേ നമ്മൾ നോക്കേണ്ടത്, കാക്കേണ്ടത്. നമ്മളിങ്ങനെ കണ്ണൻ്റെ പൊന്നു തൃപ്പാദങ്ങളിൽ നമസ്കരിക്കുകയാണ്, വീണ് നമസ്കരിക്കുകയാണ്. പൊന്നുണ്ണിക്കണ്ണ, എത്രമാത്രം ഞങ്ങളെ കാത്തുരക്ഷിക്കുന്നു. ഈ ചെറുവിരൽ കൊണ്ട് ആ ഗോവർദ്ധന പർവ്വതത്തെ ഉയർത്തിപ്പിടിച്ച് മനുഷ്യരെല്ലാവരെയും, മാലാഖരെല്ലാവരെയും കാത്തുരക്ഷിച്ച പോലെ ഭഗവാനതാ പുഞ്ചിരിച്ചുകൊണ്ട് ആ ശ്രീലകത്ത്, ആ പൊന്നുണ്ണി ശ്രീലകത്ത് ഇങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് വലത്തെ കയ്യിൽ പൊന്നോടക്കുഴൽ താളം പിടിച്ചുകൊണ്ട് മനോഹരമായ ഭാവത്തോടു കൂടി പൊന്നുണ്ണി ചാഞ്ഞും ചെരിഞ്ഞും, കാലുകൾ തൃക്കാൽ പിണച്ചു വെച്ചുകൊണ്ട് ചാഞ്ഞും ചെരിഞ്ഞും പൊന്നുണ്ണി നിൽക്കുന്നു. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. എത്ര സുന്ദരമായ ഭാവമാണ് ഇന്ന് ഭഗവാനെ കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. എത്രമാത്രം സന്തോഷമാണ് നമ്മളുടെ എല്ലാം ഉള്ളിൽ നിറഞ്ഞു തുളുമ്പുന്നത് ആ പൊന്നുണ്ണിക്കണ്ണനോട്. ഇങ്ങനെ ഭഗവാന്റെ ഈ ദിവ്യമായ അലങ്കാരം കാണാൻ സാധിച്ച നമ്മൾ ഓരോരുത്തരും
എത്ര കണ്ട് ഭാഗ്യം ചെയ്തവരാണ്. ഓർത്തു നോക്കുക. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. ആ ഭഗവത് പാദങ്ങളിൽ വീണ് നമസ്കരിക്കുന്നു. ആ പൊന്നുണ്ണിയോട് എന്നും നമ്മളെ കാക്കാനായിട്ട് ചേർത്ത് പിടിക്കാനായിട്ട് ഞാനുണ്ട് കൂടെ എന്ന് പറയുന്ന പൊന്നുണ്ണിക്കണ്ണനെ നമ്മൾ കാണുന്നില്ലേ? ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. ഭഗവാന്റെ ഈ ദിവ്യഭാവത്തെ എല്ലാവരും മനസ്സിലേക്ക് കൊണ്ടുവരിക. മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് ആ ശ്രീലകത്ത് പൊന്നുണ്ണിക്കണ്ണൻ 1000 നെയ്ത്തിരിയുടെ ആ വെളിച്ചത്തിൽ, ആ തിളക്കത്തിൽ, ആ വർണ്ണശോഭയിൽ, സ്വർണ്ണ തിളക്കത്തിൽ അങ്ങനെ നിൽക്കുന്ന പൊന്നുണ്ണിക്കണ്ണൻ്റെ പൊന്നിൻ കിരീടം കാണുന്നില്ലേ? ആ കണ്ണുകളിലേക്ക് നോക്കൂ. കണ്ണിലെ തിളക്കം കാണുന്നില്ലേ? ആ ചുണ്ടിലെ പുഞ്ചിരി കാണുന്നില്ലേ? ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. നമ്മളെയൊക്കെ കാത്തു നിന്നുകൊണ്ട് നമുക്കൊക്കെ ആശ്രയം നൽകാനായിട്ട്, ആശീർവദിക്കാനായിട്ട് കാത്തു നിൽക്കുന്ന പൊന്നുണ്ണിക്കണ്ണനെ കാണണ്ടേ? നമുക്ക് കാണണ്ടേ? ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. എൻ്റെ ശബ്ദത്തോടൊപ്പം ഭഗവാന്റെ ശ്രീലകത്തേക്ക് എത്തിയിട്ടുള്ള എല്ലാ ഭക്തജനങ്ങൾക്കും ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഗുരുഭവനപുരിയിൽ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ ഭക്തർക്കും ഭഗവാന്റെ അനുഗ്രഹം ആവോളം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ലോകത്തെമ്പാടുമുള്ള രോഗാതുരതരായ ഒരുപാട് പേർ ജീവിതത്തിൽ ദുഃഖങ്ങളും വേദനകളും രോഗങ്ങളെ കൊണ്ടും ഒക്കെ അനുഭവിക്കുന്ന ഒത്തിരി പേരുണ്ടല്ലേ? കണ്ണനറിയാം അവരാരാണെന്ന്. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. ഭഗവാന്റെ ഈ ദിവ്യരൂപം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം കിട്ടാനായിട്ട് മനസ്സ് ഭഗവാന്റെ ആ ശ്രീലകത്തേക്ക് എല്ലാവരും എത്തുക. ആ പൊന്നു തൃപ്പാദത്തിൽ, ആ പൊന്നുപടിയിൽ ഭഗവാനെ നമസ്കരിക്കുക. വീണ് വീണ് ഭഗവാന്റെ കാൽക്കൽ ഒന്ന് തൊടാനുള്ള ഭാഗ്യം എല്ലാവർക്കും ഉണ്ടാവട്ടെ. പൊന്നുണ്ണിക്കണ്ണനെ കണ്ടുകൊണ്ട് മനസ്സ് നിറഞ്ഞുകൊണ്ട് തിരിച്ചു പോരാം. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. രാധേശ്യാം രാധേശ്യാം. ഹരേ നാരായണ, ഹരേ നാരായണ. ഹരി ഓം, ഹരി ഓം. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ.